സ്വാതന്ത്ര്യദിന ചിന്തകൾ. മക്കയിൽ ജനിച്ചു വളർന്ന നബി തിരുമേനിക്ക് തൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യവും താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും മക്കക്കാർ തടഞ്ഞപ്പോൾ അദ്ദേഹം സ്വദേശം ഉപേക്ഷിച്ച് പോവുകയാണ്. പോകുമ്പോൾ വഴിയോരത്തുള്ള ജബലുൽ ഹിന്ദ്, അതിൻ്റെ അർത്ഥം ഇന്ത്യൻ മല എന്നാണ്, ഒരു മല, ആ ജബലുൽ ഹിന്ദിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മക്കേ, നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട്. ഈ ജനങ്ങൾ എന്നെ ഇവിടെ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് മറ്റെങ്ങോട്ടും പോവുകയില്ലായിരുന്നു. ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മനുഷ്യരെയും പ്രകൃതിയെയും സ്നേഹിക്കുക എന്നതാണ്. അഴിമതിയിലോ കളവിലോ ഭീകരതയിലോ വർഗീയതയിലോ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് കരുതി സഹകരിക്കരുത്. സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവനെ തിന്മയിൽ പിന്തുണക്കുന്നതാണ് വർഗീയത എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ മണ്ണും വെള്ളവും സമാധാനം നിറഞ്ഞ സാമൂഹ്യ ഘടനയും കാത്തു സൂക്ഷിക്കുവാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമായും സഹകരിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ സമാധാനത്തിനും സൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും എതിരിൽ ശത്രുക്കളും വർഗീയ കോമരങ്ങളും ഒരുക്കുന്ന ചതിക്കുഴികളെയും കുതന്ത്രങ്ങളെയും നാം തിരിച്ചറിയേണ്ടതുമുണ്ട്. സമൂഹത്തിൽ നന്മകൾ സംസ്ഥാപിക്കുവാനും തിന്മകൾ ഉച്ചാടനം ചെയ്യുവാനും പരിശ്രമിക്കേണ്ടത് ഓരോ രാജ്യസ്നേഹിയുടെയും കടമയാണ്. വിവിധ മതസ്ഥരോടും പാർട്ടികളോടുമുള്ള സൗഹാർദ്ദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്ത ഒഴിവാക്കുക. ഭാഷയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ പേരിലുള്ള കുടിസായ വർഗീയതയിൽപ്പെട്ട് അങ്ങനെയുള്ള മനസ്സുകളെ പരസ്പരം അകറ്റാതിരിക്കുക. ഓരോ പൗരനും അലസത കൈവടിഞ്ഞ് തന്നാൽ കഴിയുന്ന നന്മകൾ തനിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. തകർച്ചയിൽ നിന്ന് സ്വന്തം നാടിനെ കരകയറ്റാൻ മറ്റാരെയും കാത്തു നിൽക്കാതെ മുന്നിട്ടിറങ്ങുക. വിദ്വേഷവും പകയും പാരവെപ്പും അസൂയയും മാറ്റിവെച്ച് സർക്കാരിനെയും സമൂഹത്തെയും കുറ്റപ്പെടുത്തി സമയം കഴിച്ചു കൂട്ടുന്നതിന് പകരം ഈ ലോകത്തും അതുപോലെ തന്നെ പരലോകത്തും ജീവിതം ധന്യമാക്കാൻ ഉതകുന്ന ജനസേവന പ്രവർത്തനങ്ങളിൽ മുഴുകുക. ഇതായിരിക്കട്ടെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിജ്ഞ.